അങ്ങനെ ഈ നിൽക്കുന്ന ഏത് ചെടിയുടെ ഇലകൾ പറിച്ച് വെള്ളത്തിലിട്ടാലും ഈ വെള്ളത്തിൻ്റെ പുറകിൽ ഇനി ഒരു വേല കാണിക്കാൻ പോവാണ്. ആരോഗ്യപ്പച്ച എന്ന് പറയും. വരാഹി എന്നാണ് ഇതിൻ്റെ പേര് ഒറിജിനൽ. ഇത് ക്യാൻസറിന് ഉപയോഗിക്കുന്നതാണ്, പിന്നെ പല രോഗത്തിനും ഉപയോഗിക്കും. ഇതിൻ്റെ ഈ കായ് ഉപയോഗിച്ചാൽ നമുക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടാകാതിരിക്കും. ഇതിലൊരു 2-4 കാ ഒരു ദിവസം അങ്ങ് ചവച്ചിറക്കിയാൽ അന്നത്തെ ഭക്ഷണമൊന്നും വേണ്ട. അത്രയും വിശേഷമുള്ളതാണ്. പിന്നുള്ളതിൽ ഏറ്റവും വലിയ ആയുർവേദ ഔഷധമാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ക്യാൻസറിന് ഉപയോഗിക്കും, മറ്റ് പല രോഗത്തിനും ഉപയോഗിക്കും. ഇതിന്റെ കൂടെ ചേർത്ത് പല മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് ക്യാൻസറിനെ. ഇപ്പൊ ഇത് പൊടിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെ ഇലയൊക്കെ ഉപയോഗിക്കും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ആ വെള്ളം ഇങ്ങെടുത്തുന്നത് ബക്കറ്റോടെ തൂക്കണ്ടോ? ഇവിടെ പോയി ഇത് കുറേ ഇലകൾ വെച്ചെടുക്കും. മുഴുവൻ അതായിട്ട് വേണ്ട, കുറേശ്ശെ വെച്ചെടുക്കാൻ. കുറേശ്ശെ ആ മൊത്തം രീതി കിടക്കുകയല്ലല്ലോ, കുറേശ്ശെ ഇലകൾ വെച്ചെടുക്കാൻ. അത് രീതിയിടും. ഏതെങ്കിലും ഇല താഴെ പോയോ? ഇല്ലല്ലോ. പോയോ? എന്ത് ചെയ്തു? എല്ലാ ഇലകളും പൊങ്ങിക്കിടക്കുവാണ് അല്ലേ? എത്രയോ ഇലകൾ ഇട്ടില്ലേ? അങ്ങനെ ഈ നിൽക്കുന്ന ഏത് ചെടിയുടെ ഇലകൾ പറിച്ച് വെള്ളത്തിലിട്ടാലും ഈ വെള്ളത്തിന് മുകളിൽ കിടക്കും. മനസ്സിലായോ? അതിൻ്റെ പുറകിൽ ഇനി ഒരു വേല കാണിക്കാൻ പോവാണ്. ആ ഇലയെ കഴിഞ്ഞ് പാല് പറക്കും. അതുകൊണ്ട് സ്വാമി വലുത് അത് അവിടെ നിൽപ്പുണ്ട്. അതിൽ നില പറിക്കണം. വേണ്ട, ഇത് കണ്ടോ? വെള്ളത്തിൻ്റെ അടിയിൽ പോകും. എന്താ സ്വാമി എങ്ങനെ സംഭവിച്ചത്? അതെന്തൊരു ചോദ്യമാണ്. ഇത് കണ്ടാ പോരെ? കണ്ടോ? ഇതൊരു അത്ഭുത സംഭവം തന്നെ. ഇങ്ങനെയുള്ള വേറെ ചെടികളുണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ കാണുന്നില്ല, ഇതെല്ലാം പറിച്ചിട്ടേല. കൊറേ ആരോഗ്യപ്പച്ചയുടെ ഇല താഴത്തുള്ളല്ലേ? ആരോഗ്യപ്പച്ചയുടെ ഇല ഉടൻ പോയി വെള്ളത്തിന്റെ അടിയിൽ കിടക്കും, മറ്റെല്ലാം മേളിൽ കിടക്കും. എന്താ ആരോഗ്യപ്പച്ച എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. അതിന് ആരോഗ്യവാനാവൻ. ഇതുപോലെ വേറെ ഇലയില്ല. ആണല്ലേ? അതിന്റെ ഗുണം വേറെ എന്ത് ഗുണ സമയം? ഇതിന് വേറെ എന്തൊരു ഗുണം? ഇനി ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റെന്ത് ഗുണം അന്വേഷിക്കണം? അതെ അതെ. ക്യാൻസറിനൊക്കെ പ്രതിരോധ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതല്ലേ. ആണല്ലേ? ഇത് കാട്ടിലാന്ന് തോന്നില്ലേ? വനത്തിലാണ് ഉണ്ടാകുന്നത്. അഗസ്ത്യകൂടമാണ് ഇതിന്റെ യഥാർത്ഥ സ്ഥലം. പിന്നെ അഗസ്ത്യാർകൂടം. ഇത് ഹിമാലയമാണ്.